കാമുകി വരുന്നതും കാത്തു നിൽക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടോ കുണുങ്ങി കുണുങ്ങിയുള്ള സ്വർണവും വളയും സ്വത്തും എല്ലാം എടുത്തുകൊണ്ട് കുണുങ്ങി ആണോ കാര്യങ്ങൾ? എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ശക്തമായ സ്വാഗതം. അഖിൽ എൻ ആർ ഡിയുടെ ഭാര്യ മേഘ നായർ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് ഇപ്പം കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അതൊക്കെ ഫേക്ക് ആണ്, ഒളിച്ചോട്ടം എന്ന് പറയുന്നത് പലരും കെട്ടിച്ചമച്ച കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒളിച്ചോട്ടം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. എന്തിനാണ് ഒളിച്ചോടിയത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ ഇവിടെ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഈ മേഘ ഒളിച്ചോടിയ ഒരു വീഡിയോ, അതായത് ഈ പറയുന്ന ബസ് ഡ്രൈവറുമായിട്ട് ഒളിച്ചോടിയ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് തരാം. ഓക്കെ, ഇവിടെ നമ്മളൊക്കെ കാണാം. ഈ പറയുന്ന ആ ഒരു കാവ്യ ഉടുത്തോണ്ട് നിൽക്കുന്നില്ലേ, ആ കാവ്യ ഉടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിയാണ്. ഓക്കെ, അവനാണ് കാമുകൻ, അവനാണ് ബസ് ഡ്രൈവറോ കണ്ടക്ടറോ കിളിയോ എന്തോ ആണ്. അവൻ വളരെ അക്ഷമനായി ഈ പറയുന്ന മേഘയെ കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന്റെ സമയം നോക്കിക്കഴിഞ്ഞാൽ, ഇത് പോയി നോക്കിക്കഴിഞ്ഞാൽ 8/7 തീയതിയാണ് സംഭവിച്ചത്. 2 ദിവസമായി. 22 എനിക്ക് തോന്നുന്നു 10 മണി, രാത്രി 10 മണിയാണ് സമയം കാണിക്കുന്നത് അല്ലേ. 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. അപ്പൊ ഓക്കെ, രാത്രി 10 മണിയാ, 10-10:15 സമയത്താണ് ഇവർ ഒളിച്ചോടുന്നത്. ആ സമയത്തൊന്നും ആരും ഇല്ലേ എന്നുള്ളതാണ്. ഇത് എവിടെയാണ് സ്ഥലമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കൊന്നും അവളുടെ വീട്ടിന്റെ പരിസരമോ ഒക്കെയാണ്. പക്ഷെ ഇവിടെ എങ്ങും ഒരു ആൾക്കാരെ കാണാനില്ല എന്നുള്ളതാണ്. ബാക്കിയേക്കാം. അപ്പോൾ യവനെ അക്ഷമനായിട്ട് നിൽക്കുന്നു. അതായത് മേഘ വരുന്നതും കാത്തു നിൽക്കുകയാണ്, സ്വന്തം കാമുകി വരുന്നതും കാത്തു നിൽക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടോ കുണുങ്ങിയുള്ള സ്വർണവും വളയും സ്വത്തും എല്ലാം എടുത്തുകൊണ്ട് കുണുങ്ങി ഓടുന്ന അതായത് മേഘയാണ് എന്നുള്ളതാണ്. മാക്സി ആയിട്ടിരിക്കുന്നത്, എനിക്കൊന്ന് നൈറ്റിയിലാണ് പോണതെന്ന് തോന്നുന്നു. അവിടെ കാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇവരെ കണ്ട സമയം തന്നെ കാറ് വരുന്നു. ഓക്കെ, ഇവര് കാറിലേക്ക് കയറുന്നു. ഓക്കെ, ഇവര് കാറിലേക്ക് കയറി. വീണ്ടും കാർ സ്റ്റാർട്ടാകുന്നു. അവരോട് വെയിറ്റ് ചെയ്യണം. എന്താണ് ഇനി കാറിൽ എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞൂടെ. അവരിപ്പോഴും വെയിറ്റിങ്ങിലാണ്, കാർ എടുക്കുന്നില്ല. അപ്പം ഇത്രയും ഇതായിട്ട് വളരെ പേടിയൊന്നും ഇല്ലാതെ, ഇത്രയും സമയം കാർ അവിടെ വെയിറ്റിംഗ് ആണ്. പേടിയൊന്നും ഇല്ലാതെ എടുക്കണമെങ്കിൽ അവിടെ എങ്ങും ആരും കാണില്ല, അല്ലെങ്കിൽ ആരും പിടിക്കപ്പെടില്ല എന്നൊരു ധൈര്യം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത്രയും സമയമായിട്ടും കണ്ടോ ആ കാർ എടുക്കുന്നില്ല. അതിനകത്ത് തന്നെ അവരുടെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെ വെച്ചാണ് എന്നുള്ളത് ഒരു ക്ലിയർ ഇല്ല. ഇനി അവന്റെ വീട്ടിൽ വെച്ചാണോ, അവളുടെ വീട്ടിൽ വെച്ചാണോ, അത് ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് പോകുന്നതാണോ, ഒരു പിടുത്തവുമില്ല. എന്തായാലും ഈ പറയുന്ന ബസ് ഡ്രൈവറുമായിട്ട് ഒളിച്ചോടി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതിനെയും കാട്ടും വലിയൊരു തെളിവ് നിങ്ങൾക്കൊന്നും ഇനി തരാനില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ആ ഒരു സംഭവം. അപ്പം കുറെ സമയം കൊണ്ട് പിന്നെ കാറ് പോകുന്ന സംഭവമൊന്നുമില്ല. അപ്പൊ സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ അറിഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് പോവാൻ കാരണം, എന്തുകൊണ്ടാണ് അവളെ അവനെ ഇട്ടിട്ട് പോകാൻ കാരണം, അത് ഞാൻ പറയുന്നില്ല. അത് വരട്ടെ, ആരെങ്കിലും പറഞ്ഞോ പുറത്തറിഞ്ഞോ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. തന്നെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവളെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ കൂടി ഈ കമന്റ് ബോക്സിൽ കണ്ട് ഒരു കാര്യം സത്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യും, മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് അതിനുശേഷം പോകാനുള്ളതാണ്. ഇത് ഒളിച്ചോടുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവള് ചെയ്തത് അതൊന്നുമല്ല. പിന്നീട് രാമായണം പാതിരാത്രി ആരും കാണാതെ ഒരുവനുമായിട്ട്, ഇനി അവൻ ഏത് തരത്തിലുള്ളവനാണെന്ന് അറിഞ്ഞുകൂടാ. അവന്റെ ഫോട്ടോ ഞാനിവിടെ വെക്കാം. അവന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇതാ കണ്ടോ, ഇതാണ് അവൻ. ഈ പറയുന്നത് കണ്ടിട്ട് ലെവനാണ്. കുറിയൊക്കെ അടിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. യവന്റെ കൂടെയാണ് പോയത്. എന്ത് കണ്ടാണ് പോയതെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല. എന്താണ് ലവനിൽക്കാളും കൂടുതൽ ഈ പറയുന്ന അവൾ കണ്ടത് എന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും പോയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു വിഷയം ഈ പറയുന്ന അഖിലിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് മാന്യമായിട്ട് ഒരു ഡിവോഴ്സിലേക്ക് പോയതിനു ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകാനുള്ളതായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. അതും ഇത്രയും ഈ പറയുന്ന ബസ്സിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു ഒരുത്തനുമായിട്ട് പോവുക എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ അറിഞ്ഞത് ഈ അഖിലിന് ഇതിന് പോയത് കൊണ്ട് വലിയ വിഷമോ അല്ലെങ്കിൽ തർക്കങ്ങളോ തിരിച്ചു വേണമെന്നോ ഭാര്യയെ തിരിച്ചു കിട്ടണമെന്നോ പിന്നീട് അവളെ പരാതി പറയുകയോ അവളെ കുറ്റപ്പെടുത്തുകയോ ഒന്നും അഖില് ചെയ്തില്ല എന്നുള്ളതും ഇതിനകത്ത് മറ്റൊരു സംഭവമാണ്. അത് എന്തുകൊണ്ടാണ് അഖിലിന് അങ്ങനെ ഒരു വിഷമം തോന്നാത്തത് എന്നുള്ളതും നമുക്കത് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു പുള്ളിയുടെ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം. ശരിക്കും ആ പെണ്ണിന്റെ ഫ്യൂച്ചർ കൊണ്ട് തൊലച്ചെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഭാവി. അവൻ്റെ മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. എനിക്കൊന്ന് സിനിമ വലിയ ഹിറ്റോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ വിഷമം അവന് കാണും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവളിപ്പോൾ ഇറങ്ങിപ്പോയതിൻ്റെ ഈ ഒരു വിഷമം. ഓക്കെ, ചിലപ്പോൾ അവന് നല്ലൊരു ലൈഫ് കിട്ടും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടൊരുത്തനാണ്. ഒരുപാട് കഷ്ടപ്പെട്ട നേവിയിലെ നല്ലൊരു ജോലി പോലും കളഞ്ഞിട്ട് തിരിച്ച് വന്ന് യൂട്യൂബിന് വേണ്ടിയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടത്തില്ല. ആ ഒരു 50-50 ചാൻസിലാണ് അവൻ ഇത്രയും റീച്ച് ആവുന്നത്. ഒരുപാട് ആളുകൾ അവനെ കളിയാക്കുന്ന പോലും ഉണ്ടാവും. കോമാളി അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട്. അവൻ്റെ വീഡിയോസ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ ശരിക്കും വല്ലാത്തൊരവസ്ഥയാണ്. ശരിക്കും ഇത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നൊരവസ്ഥയാണത്. ഇത്ര നാൾ സ്നേഹിച്ച ആ പെങ്കൊച്ച്. ഓക്കെ, എന്തായാലും ഒരു കണ്ണാപ്പിയുടെ കൂടാണ് പോയതെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അതുമാത്രമല്ല, അവൻ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരുത്തനാണെന്നും അറിയാൻ സാധിച്ചു. എന്തായാലും നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ അഖിലനാടി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബന്ധം പിരിയുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ ഇനിയിപ്പം അതിന്റെ നിയമ രീതിക്ക് തന്നെ നടക്കും. ഇവള് കാണിച്ചത് പക്ക തെണ്ടിത്തരം, പക്ക ഫ്രോഡ് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഇവിടെ നാട്ടിൽ പറഞ്ഞതല്ലേ തെണ്ടിത്തനമാണ് എന്നുള്ളത്. ഒരു പരിധി വരെ തെണ്ടിത്തനം എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പറയാം. കാരണം ഇത് മറ്റാരെയും അറിയിക്കാതെ ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് നേരിട്ട് കൊണ്ട് വീട്ടിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്ങനെ പോകാമായിരുന്നു. പക്ഷെ ഇതിങ്ങനെ രായ്ക്ക് രാമായണം ആരോടും പറയാതെ എടുക്കാതെ ഒളിച്ചോടുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റ് തന്നെയാണ്. പിന്നെ അതിനെന്ത് കാരണങ്ങൾ പറഞ്ഞാലും അതിപ്പം ഈ പറയുന്ന അഖിലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കൂടി അത് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. മനസ്സിലായത്. അതുപോലെ ഇവർ ഒരുപാട് കൊച്ചിലെ തന്നെ പ്രേമിച്ച് വളർന്നവരാണെന്ന് പറയും. 8ാം ക്ലാസ് 8ൽ പഠിക്കുമ്പോഴും ഇവരൊക്കെ അടുത്ത് പ്രദേശത്ത്, അതായത് ഒരേ ഏരിയയിൽ താമസിക്കുന്നവരാണ്. 8ാം ക്ലാസ്സിൽ മുമ്പേ ഇവരുടെ പ്രണയമാണ്. മറ്റൊരു വീഡിയോക്കകത്ത് ഇവൻ അല്ലാതെ അതിനുശേഷം സോഷ്യൽ മീഡിയ വഴിയാണ് പ്രണയിച്ചതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല. കൊച്ചിലെ 8ലും 10ലും പഠിക്കുമ്പോഴൊക്കെ ഇവരുടെ പ്രണയം തുടങ്ങിയതാണ്. ആ പ്രണയം പിന്നെ വളർന്നതാണ് ഇവൻ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത്. അതുമല്ല, ഞാൻ ഈ ഭാര്യയാണ് എനിക്ക് എൻ്റെ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ കൂട്ടു നിന്നിട്ടുള്ളത് എന്നൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ഞാനത് വെച്ച് തരാം, കേട്ടോ. ഓന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യ ലക്ക് വന്നത്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്, എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങളൊക്കെ? സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വീഡിയോസ് എടുക്കാനായാലും സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. മഹാരാജ ഹോസ്റ്റലോ അങ്ങനെ എന്തോ ആണ് ഈ ഇവരെടുത്തൊരു സിനിമയുടെ പേര്. അത് എട്ടുന്നതിൽ പൊട്ടി എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ഭാര്യയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആയിക്കോട്ടെ, അതൊക്കെ സപ്പോർട്ടാണ്. വെറും 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ 2 വർഷം കൊണ്ട് തന്നെ മറ്റൊരുത്തന്റെ കൂടെ പോകണമെങ്കിൽ അവിടെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു സംഭവം അതാണ്. 2 വർഷം കൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് പോകണമെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കാം. ചിലപ്പോൾ ഒരു സ്ത്രീക്കും താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും ഇതുപോലുള്ള ഒരു എസ്കേപ്പ് ആയിരുന്നില്ല, ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല ചെയ്യേണ്ടത്. അത് വീട്ടുകാരെയൊക്കെ അറിയിച്ച് മാന്യമായിട്ട് ഈ പറയുന്ന ലീഗലി അത് ഡിവോഴ്സ് ആക്കിയതിന് ശേഷം തന്റെ ഇഷ്ട പുരുഷനോട് പോവുക എന്നുള്ളതാണ്. ഈ പോയ പുരുഷൻ ഏത് ലെവലിലുള്ളവനെന്നത് സ്വന്തം മറ്റൊരു ആളുടെ ഭാര്യയെ പാതിരാത്രി വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നവൻ ഒരിക്കലും നല്ലൊരു സ്വഭാവക്കാരനെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അല്ലാതെയാണ് ഈ പോട്ടെ, മറ്റൊരാളുടെ ഭാര്യയെ ഇതുപോലെ പാതിരാത്രി വന്ന് അടിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ വളച്ചെടുത്ത് കഷത്താക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നവനും നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമല്ല അവന്റെ കരിയർ
അവന്റെ ജോലി കാര്യങ്ങൾ അല്ല എനിക്ക് മനസ്സിലാവില്ല. ഈ പെൺകുട്ടികൾ എന്ത് കണ്ടാണ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ ഭാഗത്തൊരു തെറ്റിരുന്നാൽ അവന്റെ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റല്ലെങ്കിൽ കൂടി ഓക്കെ, ചിലപ്പോൾ അവൻ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരവസ്ഥയാണെങ്കിൽ കൂടി അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനമാണോ, ഇങ്ങനെ ഒരു വഴിയാണോ തിരഞ്ഞെടുക്കാനുള്ളത്? വളരെ എത്ര കാലം ഇനി അവരെ കൂട്ടത്തിൽ ഇനി താമസിക്കുന്നു? എങ്കിലും ഒരു തൊലിക്കെട്ടി വേണം. ഇത്രയും ഫേമസ്, ഇത്രയും ആൾക്കാർ അറിയുമ്പോൾ ഇത്രയും ചർച്ചയുണ്ടാകും, ഇത്രയും പേര് തന്റെ നേരിൽ വിരൽ ചൂട്ടും എന്നൊക്കെ അറിഞ്ഞിട്ട് കൂടി ഇങ്ങനെ ഒരു ഉളുപ്പും ഇല്ലാതെ പാതിരാത്രി ഇങ്ങനെ ഇറങ്ങി ഓടുക എന്ന് പറയുന്നത് അതും പരിതാപകരം തന്നെയാണ്. നമ്മുടെ അഭിപ്രായം ഫസ്റ്റ് കമന്റോട് നമുക്ക് വീണ്ടും കാണാം. ശരി.